പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. സംഘപരിവാർ നിലപാടുകളെ തുറന്നെതിർത്ത് ബി.ജെ.പി നേതാവ് സി.കെ. പത്മനാഭൻ. കമലും എം.ടിയും ചെഗുവേരയും ശരിയെന്ന് സി.കെ.പി. കമലിന്റെ ദേശസ്നേഹം ആരും ചോദ്യം ചെയ്യേണ്ട. എം.ടി ഹിമാലയത്തിന് തുല്യം. ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെ എന്നും സി.കെ. പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. ബി.ജെ.പി പ്രചരണ യാത്രയിലെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചത് വൻ വീഴ്ചയാണെന്ന് തുറന്നടിച്ച ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ കമലിനെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും ദേശസ്നേഹം പറയുന്നവരെക്കാൾ സിനിമാ രംഗത്ത് ഇത് കാണിച്ച സർഗപ്രതിഭയാണ് കമലെന്നും സംഘപരിവാർ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചു. ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സിനിമാ രംഗത്തെ വളരെ സർഗ പ്രതിഭയാണ് ശ്രീ കമൽ. മാത്രമല്ല സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരുപാട് നല്ല ഒന്നാന്തര സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. എം.ടി സാഹിത്യത്തിലെ ഹിമാലയ തുല്യനാണെന്നും പർവ്വതത്തെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു പർവ്വതമാണ്, ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ കല്ലെറിഞ്ഞു കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പം ഹിമാലയത്തിൻ്റെ നേരെ നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയായിട്ട് ഒരു ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. ഗാന്ധിജിയെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായം സി.കെ. പത്മനാഭനുണ്ടായിരുന്നു. മഹാത്മജി ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സന്ദേശം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം നവഖാലിയിലേക്കാണ് പോയത്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഇവിടെ ആർഭാടത്തിലൊന്നും അദ്ദേഹം നവഖാലിയിൽ പോയി അവിടെ മനുഷ്യ കൂട്ടക്കുരുതി നടന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ദിവസങ്ങളോട് ഉപവാസം കടന്നു. ചെഗുവേരയെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പ്രതികരണം അർഹിക്കുന്നില്ലെന്നും അവർ ബൊളീവിയൻ ഡയറി വായിക്കണമെന്നും ബി.ജെ.പി നേതാക്കളോടും സംഘപരിവാർ ശക്തികളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. പ്രതികരണം പോലും അർഹിക്കാത്ത വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറി ഒന്ന് വായിക്കട്ടെ. ഓരോ ദിവസം എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അധികാരം വലിച്ചെറിഞ്ഞ് സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാനിറങ്ങിയ ചെഗുവേരയെക്കുറിച്ച് ചെറുപ്പക്കാർ കൂടുതൽ പഠിക്കണമെന്ന് സി.കെ. പത്മനാഭൻ പറയുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി.വി. ജോഷില. സി.കെ. പത്മനാഭന് പിറകെ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച് ബി.ജെ.പി സംസ്ഥാന വക്താവ് എം.എസ്. കുമാർ. എം.ടി വാസുദേവൻ നായരുടെയും കമലിന്റെയും മോഹൻലാലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണമെന്ന് എം.എസ്. കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അഭിപ്രായം പറഞ്ഞാൽ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി സംസ്കാരരഹിതവും തരംതാണതാണെന്നും അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് എം.എസ്. കുമാർ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ ബി.ജെ.പി നേതാവ് സി.കെ. പത്മനാഭൻ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന വക്താവ് എം.എസ്. കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. മലയാളി മനസ്സ് ഇരുണ്ട പ്രാകൃത യുഗത്തിലേക്ക് മടങ്ങുകയാണോ എന്ന ചോദ്യത്തോടെ ആരംഭിക്കുന്ന പോസ്റ്റിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമാണ് ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനമെന്ന് എം.എസ്. കുമാർ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്ന ധാരണ ജനാധിപത്യവും സംസ്കാരവുമല്ല. ആരെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞുപോയാൽ മാധ്യമങ്ങളിലൂടെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി എന്ത് ന്യായം പറഞ്ഞാലും സംസ്കാരരഹിതവും തരംതാണതുമാണ്. ഏതു വിഷയത്തെക്കുറിച്ചും ആർക്കും പ്രതികരിക്കാൻ അവകാശമുള്ള രാഷ്ട്രമാണ് ഭാരതം. അഭിപ്രായം പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ മാന്യതയും സഭ്യതയും കൈവിടാതെ നോക്കാനുള്ള അന്തസ്സ് പാലിക്കണമെന്ന് മാത്രം. അടുത്തിടെ കണ്ട പല അഭിപ്രായ പ്രകടനങ്ങളിലും ഇല്ലാതെ പോയതും അതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതയെന്നും എം.എസ്. കുമാർ ചോദിക്കുന്നു. എം.ടി വാസുദേവൻ നായരുടെയും മോഹൻലാലിന്റെയും മേജർ രവിയുടെയും കമലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണം. എങ്കിലേ ജനാധിപത്യത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകൂ എന്നും എം.എസ്. കുമാർ വ്യക്തമാക്കുന്നു. ഇനി ഒരു അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പോലും നമ്മെ അസ്വസ്ഥമാക്കണമെന്ന വാചകത്തോടെയാണ് എം.എസ്. കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കമലിനെതിരെ എൻ രാധാകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ ബി.ജെ.പിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് എം.എസ്. കുമാറിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ഡി.സി.സി പ്രസിഡന്റ് നിയമനത്തിലെ അതൃപ്തി മൂലം തുടർച്ചയായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് ഇതിനു മുൻപ് 2 തവണ മാറ്റിവെച്ച യോഗമാണ് ഇന്ന് ചേരുന്നത്. ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ലെങ്കിലും രാഷ്ട്രീയകാര്യ സമിതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പ്രതിഷേധത്തിന്റെ ഭാഗമായി എ.ഐ.സി.സി വിളിച്ച യോഗത്തിലും ഉമ്മൻചാണ്ടി പങ്കെടുത്തിരുന്നില്ല. ഇതിനിടെ പ്രശ്നപരിഹാരത്തിനായി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നു. ഹൈക്കമാൻഡുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകുമെന്നുമായിരുന്നു ഇക്കാര്യത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഡി.സി.സി പ്രസിഡന്റ് നിയമനത്തിൽ വലിയ തിരിച്ചടി നേരിട്ട ഉമ്മൻചാണ്ടി സംഘടനാ തെരഞ്ഞെടുപ്പാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ വി.എം. സുധീരനും ഐ ഗ്രൂപ്പിനും ഇതിന് താൽപ്പര്യവുമില്ല.
DCC പുനഃസംഘടനയിലൂടെ എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനാകുമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അടച്ചിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരം 1 മാസം പിന്നിട്ട സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത ഫാക്ടറി ഉടമകളുടെയും ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും യോഗത്തിൽ തീരുമാനം അറിയിക്കാൻ ഫാക്ടറി ഉടമകൾ തിങ്കളാഴ്ച വരെ സമയം നീട്ടി ചോദിച്ചു. ചർച്ച പരാജയമല്ലെന്നും പ്രശ്നപരിഹാരം സാധ്യമാണെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. നാളിതുവരെ ചർച്ചയിൽ പങ്കെടുക്കാത്ത കശുവണ്ടി മേഖലയിലെ പ്രമുഖ വ്യവസായികളായ VLC ഇന്നലെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു. VLC അനുരഞ്ജനത്തിന് തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തീർച്ചയായും അവർ അവരുടേതായ വിഷമങ്ങൾ പറഞ്ഞു. ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളുടേതായ പ്രശ്നങ്ങൾ പറഞ്ഞു. രണ്ടു കൂട്ടരുടെയും പ്രശ്നങ്ങൾ കേട്ടു. ഗവൺമെന്റിന് സാധ്യമായ ഒക്കെ ഇടപെടൽ ഈ വ്യവസായത്തിൽ, പ്രത്യേകിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത്തരത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന് സാധ്യമായത് ഗവൺമെന്റ് ഇടപെടും. പക്ഷെ VLC മാനേജ്മെന്റ് ഫാക്ടറി കഴിയുന്നത്ര വേഗം തുറക്കണം എന്നതാണ് രണ്ട് ചർച്ചയും കേട്ടിട്ട് ഗവൺമെന്റ് എന്ന നിലയിൽ ഞാൻ അഭിപ്രായപ്പെട്ടത്. അതേസമയം കേരളത്തിൽ ഉൽപാദന ചെലവ് കൂടുകയും ഇറക്കുമതി നികുതി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതും കശുവണ്ടി മേഖലയെ തളർത്തിയെന്നും കമ്പനി അടച്ചിട്ടിട്ടും നഷ്ടമാണെന്നും തുറന്നാൽ നഷ്ടം ഇരട്ടിക്കുമെന്നും VLC മാനേജ്മെന്റ് അറിയിച്ചു. എന്തായാലും കമ്പനി തുറക്കുന്നത് സംബന്ധിച്ച് കമ്പനി തീരുമാനം അറിയിക്കാൻ തിങ്കളാഴ്ച വരെ സമയം ചോദിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. അടച്ചിട്ടിരുന്നാലും നഷ്ടമുണ്ട്. പക്ഷെ അത് തുടർന്ന് നടത്തിയാൽ ഭീമമായ നഷ്ടം വന്ന് കമ്പനി ഒരു കാലത്തേക്കും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അടച്ചിട്ട്. ഈ കാസിം, തുളസീധരൻ, AA അസീസ്, തൊടിയൂർ രാമചന്ദ്രൻ, KRV സഹജൻ, ഹക്ക് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിനിമാ സമരത്തിനിടെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിട്ടവരെ ഉൾപ്പെടുത്തിയുള്ള പുതിയ സംഘടനയ്ക്ക് രൂപം നൽകും. പുതിയ ചിത്രങ്ങളുടെ റിലീസിംഗ് തീയതി സംബന്ധിച്ചും തീരുമാനമുണ്ടാകും. 1 മാസത്തോളമായി തുടരുന്ന സമരം അവസാനിപ്പിക്കണമെന്ന് എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെ ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അടക്കമുള്ള ഭൂരിഭാഗവും ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് വിജയ് ചിത്രമായ ഭൈരവ പ്രദർശിപ്പിച്ച് നേതാക്കൾക്കെതിരായ പ്രതിഷേധം പ്രകടമാക്കി ഏതാനും തിയേറ്റർ ഉടമകൾ രംഗത്ത് വന്നത്. കൂടുതൽ തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശനം ആരംഭിച്ചതോടെ ഇവർക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നു. ഈ സാഹചര്യത്തിലാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പിന്തുണയോടെ പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ നടൻ ദിലീപ് പുതിയ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് സൂചന. സമരത്തെ തുടർന്ന് റിലീസ് മുടങ്ങിയ ക്രിസ്മസ് ചിത്രങ്ങൾ എന്ന് റിലീസ് ചെയ്യണമെന്ന കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും. ദുൽഖർ സൽമാൻ നായകനായ ജോമോന്റെ സുവിശേഷങ്ങൾ 19-നും മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ 26-നും റിലീസ് ചെയ്യാനാണ് ധാരണ. പൃഥ്വിരാജിന്റെ യസ്ര, ജയസൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന ഫുക്രി എന്നീ ചിത്രങ്ങളുടെ റിലീസ് തീയതിയിലും പ്രഖ്യാപനമുണ്ടാകും. പരമാവധി എ ക്ലാസ് തിയേറ്ററുകളിലും ഒപ്പം ഷിഫ്റ്റിംഗ് സെന്ററുകളായി പ്രവർത്തിക്കുന്ന ബി ക്ലാസ് തിയേറ്ററുകളിലുമാണ് ഈ ചിത്രങ്ങൾ റിലീസിനെത്തിക്കുക. പിന്നീട് ഈ തിയേറ്ററുകളെ സ്ഥിരം റിലീസ് സെന്ററുകളാക്കി മാറ്റുക വഴി സമരത്തെ പൂർണ്ണമായും മറികടക്കാൻ കഴിയുമെന്നാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംവിധായകൻ കമലിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞ BJP നേതാവ് AN രാധാകൃഷ്ണൻ നിലപാട് തിരുത്തി മാപ്പ് പറയണമെന്ന് ഫെഫ്ക. ഡയറക്ടേഴ്സ് യൂണിയൻ രാഷ്ട്രീയ വിയോജിപ്പുകളോട് ഇത്തരം വില കുറഞ്ഞ വിവാദങ്ങളിലൂടെയല്ല പ്രതികരിക്കേണ്ടതെന്നും സാംസ്കാരിക കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ അദ്ദേഹം ഉടൻ പ്രസ്താവന പിൻവലിക്കണമെന്നും ഡയറക്ടേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും വാർത്താക്കുറിപ്പിലൂടെ മലയാള സിനിമാ സംവിധായകരുടെ സംഘടന ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെയുള്ള സന്ദേശവുമായി മഖ്ബൂൽ റഹ്മാൻ സംവിധാനം ചെയ്ത ഹ്രസ്വ ചിത്രം പുറത്തിറങ്ങി. സ്വത്വ എന്ന് പേരിട്ട ചിത്രത്തിന്റെ റിലീസിംഗ് ഒറ്റപ്പാലത്ത് നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ നിർവഹിച്ചു. രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഭീകരവാദത്തിന്റെ ക്രൂരതകളെ ഓർമ്മപ്പെടുത്തി 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രമാണ് പരസ്യ സംവിധായകനായ മഖ്ബൂൽ റഹ്മാൻ ഒരുക്കിയ സത്വ. നടൻ നിയാസാണ് മുഖ്യവേഷം ചെയ്തിട്ടുള്ളത്. എബി ക്രിയേഷൻസിന്റെ ബാനറിൽ നികിത വിൻസെന്റ് നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ റിലീസ് നടൻ മോഹൻലാൽ നിർവഹിച്ചു. ഒറ്റപ്പാലത്ത് മേജർ രവിയുടെ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ചടങ്ങ് നടന്നത്. ഇന്നത്തെ കാലത്ത് മികച്ച സന്ദേശം നൽകുന്ന ചിത്രമാണിതെന്ന് മോഹൻലാൽ അഭിപ്രായപ്പെട്ടു. പ്രധാനപ്പെട്ട ഒരു വിഷയമായ ടെററിസത്തിന് എതിരെയുള്ള സിനിമയാണ്. എന്തായാലും ത്രൂ ദിസ് ചെറിയ സിനിമയിലൂടെ ഒരു വലിയ കാര്യം മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിച്ചു. ഗുഡ് ലക്ക്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. താങ്ക് യു.
ഹ്രസ്വചിത്രം ഏറെ കാലിക പ്രസക്തിയുള്ളതാണെന്ന് മേജർ രവിയും പറഞ്ഞു. ഇന്നത്തെ ആവശ്യമാണത്. ഈ ടെററിസത്തിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നസെൻ്റ് ആയിട്ടുള്ള എത്രയോ പേര് മരിച്ചു പോകുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഇതുപോലുള്ള സിനിമകൾ കൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ, ഈ ടെററിസത്തിലോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറാൻ സാധിച്ചെങ്കിൽ ദാറ്റ് ബി ഗ്രേറ്റ് തിങ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ജോബ്. ലിജോ മാത്യു ക്യാമറയും അബിജെ എഡിറ്റിംഗും നിർവഹിച്ച ചിത്രം ജനുവരി 16 മുതൽ യൂട്യൂബിൽ ലഭ്യമാകും. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലും ഹ്രസ്വചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുവപ്പ് കണ്ടാൽ അക്രമാസക്തരാകുന്ന സംഘപരിവാർ നിലപാടിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ ചുവപ്പിന്റെ പ്രതിരോധമുയർത്തി. ചുവപ്പ് മുണ്ട് ധരിച്ചതിനും ചെഗുവേര ചിത്രം ഹെൽമറ്റിൽ പതിച്ചതിനും RSS പ്രവർത്തകർ യുവാക്കളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് യുവജനങ്ങൾ നഗരത്തിൽ പ്രതിരോധമുയർത്തിയത്. ചുവന്ന മുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് നൂറുകണക്കിന് യുവാക്കൾ ചുവപ്പ് പ്രതിഷേധത്തിൽ പങ്കാളികളായി. കാഞ്ഞങ്ങാടിനടുത്ത് പറക്കളായിയിൽ ചുവപ്പ് മുണ്ടെടുത്തതിന്റെ പേരിൽ സിനിമാ പ്രവർത്തകരെയും ചെഗുവേരയുടെ ചിത്രം പതിച്ച് ഹെൽമറ്റ് ധരിച്ചതിന് കോട്ടപ്പാറയിൽ കണ്ണൂർ സ്വദേശികളായ യുവാക്കളെയും BJP RSS പ്രവർത്തകർ മൃഗീയമായി മർദ്ദിക്കുകയുണ്ടായി. ചുവന്ന മുണ്ടുധരിച്ചും ചെഗുവേരയുടെ ചിത്രവുമായി തങ്ങളുടെ സ്വാധീന കേന്ദ്രത്തിൽ വരാൻ പാടില്ലെന്ന് ഭീഷണി മുഴക്കിയായിരുന്നു ആക്രമണം. ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുകുത്തില്ലെന്ന മുന്നറിയിപ്പുമായാണ് ഡിവൈഎഫ്ഐ ചുവപ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യം, ഇന്ത്യയിലെ സംഘപരിവാറുകാരനും RSSകാരനും ബ്രിട്ടീഷുകാരനും ഇന്ത്യ വിടുമ്പോൾ ഇഷ്ടദാനം കൊടുത്ത ഭൂമിയല്ല. ഇവിടെ മതനിരപേക്ഷത ശക്തിപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. ആ ജനാധിപത്യ സംരക്ഷണത്തിനെതിരായി ജനാധിപത്യത്തിന്റെ വഴിത്താരയിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം ഇന്ത്യയിൽ RSSും സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണക്രമമുള്ള ഒരു നാടായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടാച്ചേരിയിൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ കോട്ടയിൽ സമാപിച്ചു. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ മാന്തോപ്പ് മൈതാനിയിൽ ചേർന്ന പൊതുസമ്മേളനം M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, സെക്രട്ടറി K മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുറമ്പോക്കിൽ താമസിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി സ്കോളർഷിപ്പ് ഒരുക്കി ഡിവൈഎഫ്ഐ. കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി ജനകീയ സമിതി രൂപീകരിച്ച് ചെയർമാനായി MK സാനു മാസ്റ്ററിനെയും കൺവീനറായി CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവിനെയും തെരഞ്ഞെടുത്തു. ആദ്യഘട്ടമെന്ന നിലയിൽ 92 വിദ്യാർത്ഥികൾക്കാണ് ഡിവൈഎഫ്ഐ പഠന സഹായം നൽകുന്നത്. ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഫെബ്രുവരി ആദ്യവാരം കൊച്ചി വേദിയാകുകയാണ്. അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി സാമൂഹിക സേവന, സന്നദ്ധ സേവന പദ്ധതികളാണ് ഡിവൈഎഫ്ഐ നടപ്പിലാക്കുന്നത്. 13 നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളുമൊക്കെ അവയിൽ ചിലതു മാത്രം. പെരുമ്പാവൂരിൽ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന നിയമവിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ പുറമ്പോക്കിൽ താമസിക്കുന്ന, പഠിക്കാൻ മിടുക്കരും എന്നാൽ അതിന് അവസരമില്ലാത്തവരുമായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചത്. ജില്ലയിൽ നിന്ന് സർവേയിലൂടെ 1195 കുടുംബങ്ങളെ ഇതിനായി തിരഞ്ഞെടുത്തു. ഇതിൽ നിന്ന് ആദ്യഘട്ടമെന്ന നിലയിൽ 92 വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇതിനായുള്ള ജനകീയ സഹായ സമിതിയുടെ രൂപീകരണ യോഗം കൊച്ചിയിൽ നടന്നു. പ്രൊഫസർ MK സാനു മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. മതങ്ങൾ ഉയർത്തിപ്പിടിച്ചതും അവർ നടപ്പാക്കാതിരുന്നതുമായ ആ ദൈവവിശ്വാസത്തിൻ്റെ പുനരാവർത്തനമാണ് നിങ്ങൾക്ക്. ദൈവത്തെ വിശ്വസിക്കണമെന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവം എന്ന് കരുതിയാലും മതി. ഇത്തരം പ്രവർത്തനങ്ങൾ സുതാര്യവും സത്യസന്ധവുമാണെങ്കിൽ സമൂഹം കൂടെ നിൽക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ P രാജീവ് പറഞ്ഞു. നാം ശ്രദ്ധിക്കേണ്ടത് സമ്മേളനത്തിന്റെ നടത്തിപ്പോടുകൂടി അവസാനിക്കപ്പെടുന്ന ദൗത്യങ്ങളല്ല, തുടർച്ച വേണ്ട പ്രവർത്തനങ്ങളാണ്. സാനു മാസ്റ്റർ ചെയർമാനായും P രാജീവിനെ കൺവീനറായും തിരഞ്ഞെടുത്ത 15-അംഗ സഹായ സമിതിയിൽ MLA-മാരായ S ശർമ്മ, KJ മാക്സി, ജോൺ ഫെർണാണ്ടസ്, M സ്വരാജ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, KR വിശംഭരൻ IPS, പ്രൊഫസർ ധർമ്മരാജ് അഡാട്ട് എന്നിവർ അംഗങ്ങളാണ്. ജനകീയ സഹായ സമിതി തീരുമാനിക്കുന്ന ദിവസം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2007 ഉന്നത വിദ്യാഭ്യാസ നിയമത്തിൽ കാതലായ മാറ്റം ആവശ്യമില്ലെന്ന് പ്രൊഫസർ രാജൻ ഗുരുക്കൾ കമ്മീഷൻ റിപ്പോർട്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായി പോകുന്നത് നിർത്തലാക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പുനഃസംഘടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാജൻ ഗുരുക്കൾ വ്യക്തമാക്കി. 2007 ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നിയമത്തിൽ കാതലായ മാറ്റം വേണ്ടെന്ന് പറയുന്ന പ്രൊഫസർ രാജൻ ഗുരുക്കൾ ഏകാംഗ കമ്മീഷൻ റിപ്പോർട്ട് നിയമത്തിൽ ചില മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും ശുപാർശ ചെയ്യുന്നു. സാമൂഹ്യനീതി, ഗുണനിലവാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഭേദഗതി നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങൾ വിവിധ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായി പോകുന്നത് നിർത്തലാക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഈ യൂണിവേഴ്സിറ്റികളുടെ സിൻഡിക്കേറ്റുകളിലേക്ക്
മുഴുവനും കൂടി പറഞ്ഞയക്കാൻ മാത്രം അംഗങ്ങൾ എക്സിക്യൂട്ടീവ് ബോഡിയിലുണ്ടാവില്ല. സിൻഡിക്കേറ്റിനേക്കാൾ പ്രായോഗികം അക്കാഡമിക് കൗൺസിലാണ് എന്നുള്ളതാണ് ഒരു കാര്യം. നിലവിലെ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നിയമത്തിന്റെ ലംഘനമായിരുന്നു കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ ത്രിതല സംവിധാനമെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാജൻ ഗുരുക്കൾ വ്യക്തമാക്കി. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതുപോലെയാണെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ലെജിസ്ലേഷൻ ഒരു ഓർഡിനൻസ് ആയിട്ട് വരാം. അതിനുശേഷം അത് ആക്ടായി മാറാം. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനാണ് രാജൻ ഗുരുക്കൾ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലോത്സവം എത്തും മുമ്പേ കലോത്സവ നഗരി മറ്റൊരു മത്സരവേദിയായി. കലോത്സവത്തിനായുള്ള മറ്റൊരു മത്സരം. കലോത്സവ നഗരിയിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഓലകൊണ്ടുണ്ടാക്കിയ വല്ലങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വല്ലം മടയൽ മത്സരം സംഘടിപ്പിച്ചത്. കലോത്സവം കണ്ണൂരിലെത്തുമ്പോൾ നഷ്ടപ്പെടുന്ന നാട്ടുപെരുമകളും ജൈവസമ്പത്തും തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കണ്ണൂരിന്. കലോത്സവത്തിന് മുൻപ് തന്നെ കലോത്സവ നഗരിയിൽ നടന്നത് ആ നാട്ടുപെരുമ വിളംബരം ചെയ്യുന്ന മത്സരമായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും അണിനിരന്നുകൊണ്ട് ഓലമടഞ്ഞ് വല്ലം നിർമ്മിക്കുന്ന മത്സരം. കൗൺസിലർമാരടക്കം മത്സരത്തിൽ പങ്കാളികളായി. പങ്കെടുത്തവർക്ക് ഇന്നത്തെ ഓലയിലുമുണ്ട് പരാതി. എങ്കിലും അവർക്കിത് പഴയ നാടൻ മത്സരങ്ങളുടെയും ഓലപ്പുരകളുടെയും ഓർമ്മകൾ കൂടിയാണ്. ഞാൻ 45 വർഷം മുന്നേ മടഞ്ഞതേ ഇല്ല, ചെറിയ കുട്ടിയിൽ. അതിന് ശേഷം മടഞ്ഞിട്ടില്ല. പിന്നെ പുറമേയാനുള്ള ഓല മടയലുണ്ട്. നല്ല ഉത്സാഹം തോന്നുന്നുണ്ട്. ഒരു സന്തോഷത്തിന് മാത്രമാണ്. മറ്റേ ജയോ അല്ലെങ്കിൽ സമ്മാനം അതിനൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പണ്ടത്തെ ഓല മടഞ്ഞാൽ നല്ല വീതിയോടുകൂടി ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും. ഇപ്പൊ അടുക്കുന്നില്ല. പിന്നെ വലിയ വലിപ്പമില്ല ഓലക്ക്. മത്സരത്തിൽ നിർമ്മിച്ച വല്ലങ്ങൾ കലോത്സവ നഗരികളിലും ഭക്ഷണശാലകളിലുമെല്ലാം സ്ഥാനം പിടിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന സന്ദേശത്തോടെ പ്ലാസ്റ്റിക് നിരോധിത കലോത്സവത്തിന് ഈ വല്ലങ്ങളും മാറ്റുകൂട്ടും. ഒരു മത്സരം എന്നതിലുപരി പഴയ തലമുറയും പുതിയ തലമുറയും ചേർന്നൊരുക്കുന്ന ഈ വല്ലങ്ങളായിരിക്കും കലോത്സവ കാലത്തെ ഡസ്റ്റ്ബിന്നുകൾ. മാത്രമല്ല ഇവർക്കിതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില. ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നതിനും നികുതി. നരേന്ദ്രമോദി സർക്കാരിന്റെ അടുത്ത പൊതു ബഡ്ജറ്റിലാണ് പണം പിൻവലിക്കുന്നതിനുള്ള നികുതി ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 2017-2018 സാമ്പത്തിക വർഷത്തെ പൊതു ബഡ്ജറ്റിലെ പുതിയ നികുതി ചട്ടങ്ങളിലാണ് നോട്ട് പിൻവലിക്കലിന് ടാക്സ് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഒരു നിശ്ചിത തുകയ്ക്ക് മേൽ പണം പിൻവലിച്ചാൽ അക്കൗണ്ട് ഉടമയ്ക്ക് നികുതി നൽകേണ്ടി വരും. ക്യാഷ് ടാക്സ് എന്ന പേരിലുള്ള ഈ നികുതിയുടെ ഗുണദോഷ വശങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പഠിച്ചു വരികയാണ്. വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് നികുതി ഏർപ്പെടുത്തണമെന്ന് കള്ളപ്പണം പിടികൂടുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നോട്ടുമാറ്റത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഈ നികുതി വേണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. നികുതി അഡ്മിനിസ്ട്രേഷൻ റീഫോം കമ്മീഷൻ ക്യാഷ് ടാക്സ് വേണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ദോഷവശങ്ങൾ ഏറെയെന്ന് കണ്ട് കഴിഞ്ഞ UPA സർക്കാർ വേണ്ടെന്ന് വെച്ച പദ്ധതിയാണ് അടുത്ത മാസം അവതരിപ്പിക്കുന്ന പൊതു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ NDA സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് പണം ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാധാരണക്കാർക്ക് ഇരട്ടടിയാകും ക്യാഷ് ടാക്സ്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. BJPയിൽ നിന്നും രാജിവെച്ച മുൻ ക്രിക്കറ്റ് താരം നവജ്യോത് സിംഗ് സിദ്ധു ഇന്ന് കോൺഗ്രസിൽ ചേർന്നേക്കും. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമൃത്സർ ഈസ്റ്റിൽ നിന്നും സിദ്ധുവിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട്. BJP നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച നവജ്യോത് സിംഗ് സിദ്ധു പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ തന്നെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. 2 വട്ടം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതിനാൽ കോൺഗ്രസിൽ ചേരുന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വൈകരുതെന്ന് രാഹുൽ നിർദ്ദേശം നൽകിയതായാണ് സൂചന. സിദ്ധു മത്സരിക്കുമെന്ന് കരുതപ്പെടുന്ന അമൃത്സർ ഈസ്റ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം പഞ്ചാബിൽ ഏറെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന കോൺഗ്രസിന് കൂടുതൽ ഊർജം നൽകി നിരവധി BJP, അകാലിദൾ, AAP നേതാക്കൾ കോൺഗ്രസിന് ഒപ്പം ചേർന്നു. മുതിർന്ന BJP നേതാവും മുൻ മന്ത്രിയുമായ സത്പാൽ ഗോസെയിൻ കോൺഗ്രസിൽ ചേർന്നത് BJPക്കും കനത്ത തിരിച്ചടിയായി. ആം ആദ്മി പാർട്ടി പഞ്ചാബ് വനിതാ വിഭാഗം നേതാവ് മൗർ സിമ്രത് കൗർ, AAP നേതാവ് അശോക് പ്രസാദ് പപ്പി, ശിരോമണി അകാലിദൾ നേതാവ് ബീരേന്ദ്ര ഗോയൽ തുടങ്ങിയവരാണ് കോൺഗ്രസിൽ ചേർന്നത്.
ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി മറയൂരിൽ ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തിയ പ്രതികളെ വനംവകുപ്പ് പിടികൂടി. ഒറ്റ രാത്രിയിൽ 4 ചന്ദനമരങ്ങൾ മുറിച്ച് കടത്തിയവരാണ് പിടിയിലായത്. മറയൂർ ചന്ദനക്കാടുകളിലെ കാരായൂർ റിസർവിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് 4 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിലെ പ്രധാന പ്രതികളാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ കാരായൂർ റിസർവിലെ കുണ്ടേശ്വരൻ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുമാണ് 4 ചന്ദനമരങ്ങൾ പ്രതികൾ മുറിച്ചു കടത്തിയത്. കോവിൽക്കടവ് സ്വദേശി ദിനേശ് കുമാർ, കാന്തല്ലൂർ കർശനാട് സ്വദേശി കപിൽ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ കോവിൽക്കടവിൽ നിന്നും പിടികൂടിയത്. 12 അടി ഉയരമുള്ള ചന്ദന സംരക്ഷണ വേലിയും വനപാലകരുടെ പെട്രോളിംഗുമുള്ള റിസർവിൽ നിന്നുമാണ് കാട്ടാന കയറിയ സാഹചര്യം മുതലാക്കി ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തിയത്. ഒറ്റ രാത്രി കൊണ്ട് 4 ചന്ദനമരങ്ങൾ പോയത് വനംവകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. നവംബർ മാസം 26-ന് മറ്റൊരു കേസിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കാരായൂർ റിസർവിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയത് ദിനേശ് കുമാറും കപിലുമാണെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് ഒളിവിലായിരുന്ന ഇരുവരെയും ഡെപ്യൂട്ടി റേഞ്ചർ ആർ അജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശബരിമല വാർത്തകളിലേക്ക്. അയ്യപ്പ ഭക്തർക്ക് വിശ്വാസത്തിന്റെ പുണ്യം പകർന്ന് ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം. തിരുവാഭരണ വിഭൂഷനായ അയ്യപ്പനെയും പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതിയും ദർശിക്കാനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവിട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ ശരംകുത്തിയിലെത്തും. ദേവസ്വം അധികൃതരുടെ നേതൃത്വത്തിൽ തിരുവാഭരണം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരസംക്രമ നക്ഷത്രവും മകരജ്യോതിയും ദർശനമാകും. അഭൂതപൂർവമായ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ മുഴുവൻ നടപടികളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ശുദ്ധജലം, അപ്പം, അരവണ എന്നിവ ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി സന്നിധാനത്ത് പോലീസ് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. വടക്കേനടയിൽ വിവിധ സേനകൾ സംയുക്തമായി സുരക്ഷയൊരുക്കും. സുരക്ഷയുടെ ഭാഗമായി സന്നിധാനത്ത് ഹെലികോപ്റ്റർ നിരീക്ഷണവും നടത്തുന്നുണ്ട്. മകരജ്യോതിയോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് പൂർണ്ണമായ രീതിയിൽ എല്ലാ രീതിയിലുമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാവിധ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ പ്രദേശവും പരിശോധിച്ച് മകരജ്യോതി കാണുന്ന ഓരോ സ്ഥലങ്ങളിലും, ഹൈറേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് മാത്രമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 2000-ഓളം ആയിരുന്നു, 2000-2500 ആയിരുന്നു. ഇപ്പോൾ ഒരു 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തും പരിസരത്തും ഈ ഒരു സ്കീം പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സന്നിധാനത്തും പരിസരത്തുമുണ്ട്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററും രൂപീകരിച്ചിട്ടുണ്ട്. ബിജേഷ് നടുവിൽ, സന്നിധാനം.